നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇന്നലെ നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി മോദിക്കടുത്തേക്ക് വേദിയിലുണ്ടായിരുന്നിട്ടും പോകാതിരുന്നതിൽ വിശദീകരണവുമായി നഗരസഭാ കൗൺസിലർ ആർ ശ്രീലേഖ. താൻ എപ്പോഴും BJPക്ക് ഒപ്പമാണെന്ന് വ്യക്തമാക്കിയ അവർ, പോലീസ് ഉദ്യോഗസ്ഥയായ VVIP ഡ്യൂട്ടികളിൽ പാലിക്കേണ്ട അച്ചടക്കം മാത്രമാണ് താൻ പാലിച്ചതെന്നും അവർ വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം. ഇൻസോംനിയ എന്ന മെന്റലിസം പരിപാടിയുടെ പേരിൽ 35 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്ന പരാതിയിൽ മെന്റലിസ്റ്റ് ആദിക്കും സംവിധായകൻ ജിസ് ജോയ്ക്കുമെതിരെ കൊച്ചി സിറ്റി പോലീസ് വഞ്ചനാ കുറ്റത്തിനും ഗൂഢാലോചനയ്ക്കും കേസെടുത്തു. കൊച്ചി സ്വദേശി VJ മാത്യു ആണ് പരാതിക്കാരൻ. മെന്റലിസ്റ്റ് ആദി എന്ന ആദർശ് കൊല്ലാടത്ത് 1-ാം പ്രതിയും സംവിധായകൻ ജിസ് ജോയ് 4-ാം പ്രതിയുമാണ്. ഇൻസോംനിയ പരിപാടിയുടെ സഹനിർമ്മാതാക്കളായ മിഥുൻ, അരുൺ എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. സംവിധായകൻ ജിസ് പരിപാടിയുടെ ഡയറക്ടറാണ്. മെന്റലിസം പരിപാടിയിൽ പണം നിക്ഷേപിച്ചാൽ നിക്ഷേപത്തുകയും 1/3 ലാഭവിഹിതവും തരാമെന്ന് വാഗ്ദാനം ചെയ്ത് 2 അക്കൗണ്ടുകളിലേക്കായി ആദ്യം 23 ലക്ഷവും പിന്നീട് 12 ലക്ഷവും വാങ്ങിയെന്നാണ് പരാതി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാവുക. 2028ഓടെ നിർമ്മാണം പൂർത്തിയായി വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകും. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുക. റെയിൽവേ യാർഡ്, മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയും 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. വിഴിഞ്ഞത്ത് ഇതിനകം 710 കപ്പലുകളിൽ നിന്നായി 15.19 ലക്ഷം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. 2028 വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകുന്നതോടെ തുറമുഖത്തിന്റെ ശേഷി 5 ഇരട്ടിയായി ഉയരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭരണം BJP പിടിച്ചെടുത്തതിന് പിന്നാലെ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ ABVPക്ക് മിന്നുന്ന വിജയം. മുഴുവൻ സീറ്റിലും ABVP വിജയിച്ചു. തകർത്തത് വർഷങ്ങളായി SFI കുത്തകയാക്കി വെച്ചിരുന്ന രാവണൻകോട്ട. കണ്ണൂർ TK മധുസൂദനൻ MLA രക്തസാക്ഷി ഫണ്ട് കട്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്ററുകൾ. ഒറ്റുകാരനെ നാട് തിരിച്ചറിയുമെന്ന് പോസ്റ്ററിൽ പറയുന്നു. അതിനിടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ തള്ളി പാർട്ടിയും രംഗത്തെത്തി. ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും രാഷ്ട്രീയ ശത്രുക്കളുടെ കോടാലിക്കൈയായി കുഞ്ഞികൃഷ്ണൻ മാറിയെന്നും കണ്ണൂർ ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രത്തിൽ വിശദീകരണവുമായി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. സന്നിധാനത്ത് നടന്ന യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊപ്പം ശബരിമലയിലേക്ക് പോകുമ്പോഴായിരുന്നു പോറ്റിയുടെ വീട്ടിൽ കയറിയത്. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി ആയിരുന്നില്ലെന്നും രാജു എബ്രഹാം വിശദീകരിച്ചു. ചിത്രം പുറത്തുവന്ന ആദ്യ ദിവസം കൂടിക്കാഴ്ചയെക്കുറിച്ച് ഓർമ്മയില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റി. ഇന്നലെ രാത്രിയോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ശങ്കരദാസിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. കേസിലെ 11-ാം പ്രതിയാണ്. ജയിലിലെ മെഡിക്കൽ ഓഫീസർ രേഖകൾ പരിശോധിച്ച ശേഷം ജയിലിലെ ആശുപത്രി സെല്ലിൽ അഡ്മിറ്റ് ചെയ്തു. ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് ശങ്കരദാസിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. 1 വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് ഷിജിലിനെതിരെ നിർണായകമായത് ഫോറൻസിക് സർജന്റെ കണ്ടെത്തൽ. കവളാകുളം ഐക്കരവിളാകം വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ ഇഹാനെ മരിച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിനെ തുടർന്ന് കുട്ടി കുഴഞ്ഞു വീണെന്നായിരുന്നു ഇരുവരും പറഞ്ഞത്. എന്നാൽ അത്യാഹിത വിഭാഗത്തിൽ ഇഹാനെ പരിശോധിച്ച ഡോക്ടർമാർ അടിവയറ്റിലെ ക്ഷതം കണ്ടെത്തിയത് കേസന്വേഷണത്തിൽ നിർണായകമായി. പോലീസ് വെള്ളിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ നെയ്യാറ്റിൻകര കവളാകുളം സ്വദേശിയായ ഷിജിൻ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിനെ മടിയിലിരുത്തിയ ശേഷം കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചതിനു ശേഷം കുഞ്ഞു കുഴഞ്ഞു വീണുമെന്നാണ് പിതാവിന്റെ മൊഴി. ഷിജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭാര്യയോടുള്ള സംശയമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഷിജിന്റെ മൊഴി. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു നൽകിയ അപ്പീൽ ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അപ്പീൽ പരിഗണിക്കുക. തൊണ്ടി മുതൽ കേസിൽ ലഭിച്ച 3 വർഷത്തെ തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ. കേസിൽ 2 വർഷത്തിനു മുകളിൽ ശിക്ഷ വിധിച്ചതിനാൽ ആന്റണി രാജുവിന് MLA പദവി നഷ്ടമായിരുന്നു. ചന്ദനത്തോപ്പിൽ SFI ഗുണ്ട ആക്രമണം. ABVP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. ചന്ദനത്തോപ്പ് ITI തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. ABVP ജില്ലാ പ്രസിഡന്റ് ആശിഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് സെക്രട്ടറി തുടങ്ങിയവരെ SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു. ABVPയുടെ ഫ്ലെക്സ് ബോർഡുകളും
കൊടിതോരണങ്ങളും നശിപ്പിച്ചു. SFI ഏരിയ പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. പരിക്കേറ്റ ABVP പ്രവർത്തകരെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട്ടിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഹരിയുണർത്തി DMKയുടെ കുടുംബവാഴ്ചയെ വെല്ലുവിളിച്ച് തമിഴ്നാടിന്റെ കളം നിറഞ്ഞു മോദി. തമിഴ്നാട്ടിൽ നടന്ന NDA റാലി അഭിസംബോധന ചെയ്ത് അദ്ദേഹം ഭരണകക്ഷിയായ DMKക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടത്. വേദിയിൽ 12 പ്രതിപക്ഷ പാർട്ടികളെ ചേർത്തുള്ള ശക്തമായ മുന്നണിയായ NDA ഇക്കുറി ഭരണം പിടിക്കുമെന്നും മോദി പറഞ്ഞു. പളനിസ്വാമി നയിക്കുന്ന AIDMK, TTV ദിനകരന്റെ MDMK, അമ്പുമണി രാമദാസിന്റെ പട്ടാളി മക്കൾ കച്ചി, GK വാസവന്റെ TMC എന്നിവരുൾപ്പെടെ 12 പാർട്ടി നേതാക്കൾ വേദിയിൽ മോദിക്കൊപ്പം കൈകോർത്തു നിന്നപ്പോൾ അത് DMK ശക്തിയെ വെല്ലുവിളിക്കുന്ന കരുത്തായി മാറി. മുംബൈയിൽ നടന്ന 2 റൗണ്ട് വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടൻ കമാൽ റാഷിദ് ഖാനെ KRK മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ പ്രധാന പ്രതിയായിരുന്നു ഇയാൾ. ഓഷിവാര പോലീസിന്റെ കസ്റ്റഡിയിലുള്ള KRKയെ വെള്ളിയാഴ്ച വൈകുന്നേരം ഓഷിവാര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം KRK ഏറ്റെടുത്തതായും ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിച്ചാണ് വെടിവെപ്പ് നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. മധ്യപ്രദേശിലെ ഉജ്ജയിൻ ജില്ലയിലെ തരാന പട്ടണത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് VHPയുടെ യുവ നേതാവിന് നേരെ നടന്ന ആക്രമണം തീവ്രമായ വർഗീയ കലാപമായി മാറി. 2 ദിവസത്തിനുള്ളിൽ വലിയ തോതിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾക്കും തീവെപ്പിനും കനത്ത പോലീസ് നടപടിക്കും ഇത് കാരണമായി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഡോക്ടർ മോഹൻ യാദവിന്റെ സ്വന്തം ജില്ലയാണ് ഉജ്ജയിൻ. വ്യാഴാഴ്ച രാത്രിയാണ് VHPയുടെ ഗോസേവ പ്രകോഷ്ഠയുടെ തലവനായ സോഹൽ താക്കൂർ ബുണ്ടേലയെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചതായി ആരോപിക്കപ്പെട്ടത്. തുടർന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. ഉത്തർപ്രദേശ് സർക്കാരുമായി അടുത്ത ഏകോപനത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈന്യം അന്തരിച്ച ടെറിട്ടോറിയൽ ആർമി ഉദ്യോഗസ്ഥന്റെ മകൾക്ക് അവരുടെ പൂർവിക വീട് തിരിച്ചുപിടിക്കാൻ സഹായിച്ചു. ഇത് തങ്ങളുടെ വിപുലീകൃത സൈനിക കുടുംബത്തിന്റെ ക്ഷേമത്തിനും അന്തസ്സിനും വേണ്ടിയുള്ള സേനയുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. മരിച്ചുപോയ ഒരു ടെറിട്ടോറിയൽ ആർമി ഓഫീസറുടെ മകളായ ഭട്ടിന്റെ പൂർവിക സ്വത്ത് സാമൂഹ്യ വിരുദ്ധർ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയതിനെ തുടർന്ന് ദീർഘകാലമായി വ്യക്തിപരവും വൈദ്യശാസ്ത്രപരവുമായും നിയമപരവുമായ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുകയായിരുന്നു. കുടുംബത്തിന്റെ ഉടനടി പിന്തുണ പരിമിതമായതിനാൽ സാഹചര്യം അവരെ ദുർബലരാക്കുകയും ദീർഘകാലത്തേക്ക് യാതൊരു സഹായവുമില്ലാതാക്കുകയും ചെയ്തു. ഭട്ടിന്റെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സെൻട്രൽ ഉത്തർപ്രദേശ് സബ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സൈന്യം ഇടപെട്ടു. നിയമപരമായ നീതി ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതിനൊപ്പം സൈന്യം ഭട്ടിന്റെ സുരക്ഷയും ക്ഷേമവും കൂടി ഉറപ്പാക്കി. ഇന്ത്യക്കെതിരെ 50% വ്യാപാര തീരുവ ഏർപ്പെടുത്തിയ ട്രംപിനെതിരെ അമേരിക്കയുടെ പയറിന് 30% തീരുവ ഏർപ്പെടുത്തി അമേരിക്കയിലെ പയർ കൃഷിക്കാരെ മോദി സർക്കാർ ചെറുതായി ഞെട്ടിച്ചിരുന്നു. ഇപ്പോഴിതാ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലുള്ള ഇടപാടുകൾക്ക് അതത് രാജ്യത്തിന്റെ കറൻസി ഉപയോഗിക്കാനുള്ള നിർദ്ദേശവുമായി റിസർവ് ബാങ്ക് രംഗത്ത്. ഇത് അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധമായ ഡോളറിനെ ദുർബലപ്പെടുത്തുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. ബിഡു ബോംബറോ സ്റ്റെൽത്ത് ജെറ്റുകളോ യുദ്ധ ടാങ്കുകളോ അല്ല അമേരിക്കയുടെ കരുത്ത് എന്ന് പറയാറുണ്ട്. അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ആയുധം അവരുടെ ഡോളറാണ്. എണ്ണ ഇടപാടിന് ഉപയോഗിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിന് ആയുധമാക്കുന്ന ഡോളറാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഡോളറിനെ ദുർബലപ്പെടുത്തുന്നതാണ് റിസർവ് ബാങ്കിന്റെ ഈ നീക്കമെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇറാനിലേക്ക് അമേരിക്കയുടെ വലിയ കപ്പൽപ്പട നീങ്ങുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമെങ്കിൽ മാത്രമേ ഇറാനിൽ സൈനിക നടപടി ഉണ്ടാവുകയുള്ളൂ എന്നും ട്രംപ് വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കപ്പൽപ്പട പശ്ചിമേഷ്യയിലെത്തും. അറബിക്കടലിൽ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചായിരിക്കും അമേരിക്കയുടെ ആക്രമണമെന്നാണ് സൂചന. ഇറാനിലെ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമായി അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ സൈനിക നീക്കം. US ഇറാൻ സംഘർഷം ഉയർന്നാൽ അതിന്റെ ആദ്യ പ്രതിഫലം ഹോർമുസ് കടലിടുക്ക് വഴി ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാകും. അതിനാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കാത്ത രീതിയിലുള്ള പരിമിത സൈനിക നടപടിയായിരിക്കും US സ്വീകരിക്കുക എന്നതാണ് വിലയിരുത്തൽ. നേരിട്ടുള്ള യുദ്ധത്തിന് പകരം ഇറാനിലെ ഭരണമാറ്റം ലക്ഷ്യമിട്ട് നീക്കങ്ങളിലേക്കാവും കടക്കുകയെന്നും സൂചനയുണ്ട്. ഇറാനിലെ പരമോന്നത നേതാവ് ഖമനേയിയെ മാറ്റി റസ പഹ്ലവിയെ അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖൈബർ പഖ്തൂണിലെ ഒരു വിവാഹ ആഘോഷത്തിനിടെ ചാവേർ സ്ഫോടനം. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രവിശ്യയിലെ ഒരു സമാധാന സമിതി അംഗമായ നൂർ ആലം
മെഹസൂദിന്റെ വസതിയിലാണ് ചാവേർ സ്ഫോടനം നടന്നത്. ആക്രമണം നടക്കുമ്പോൾ വിവാഹാഘോഷത്തിന്റെ ഭാഗമായി അതിഥികൾ നൃത്തം ചെയ്യുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സ്ഫോടനത്തിൽ മുറിയുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ബംഗ്ലാദേശിലെ ഇസ്ലാമിക പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയെ ആകർഷിക്കാൻ US ശ്രമിക്കുന്നുണ്ടെന്ന് ധാക്കയിലെ ഒരു അമേരിക്കൻ നയതന്ത്രജ്ഞന്റെ ആശയവിനിമയം വിലയിരുത്തി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ധാക്കയിലെ ഒരു അമേരിക്കൻ നയതന്ത്രജ്ഞൻ ബംഗ്ലാദേശി പത്രപ്രവർത്തകരുമായി അടുത്തിടെ നടത്തിയ ആശയവിനിമയത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ അനുകൂല ചായ്വുള്ള ജമാഅത്തിനെ കൂടുതൽ അടുപ്പിക്കുന്നത് ഇതിനകം തന്നെ തകർന്നിരിക്കുന്ന ഇന്ത്യ-US ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.